ഹലോ എവ്രിവൺ, വെൽക്കം ടു CS ലേണിംഗ് ഹബ്. ഇന്ന് നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കോപ്പറേറ്റീവ് പ്രോസസ്സുകൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്രോസസ്സുകൾ ഒരു കോമൺ റിസോഴ്സിനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ കോപ്പറേറ്റീവ് പ്രോസസ്സുകൾ എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ കോപ്പറേറ്റീവ് പ്രോസസ്സുകളിൽ ഇപ്പോൾ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ മറ്റുള്ള പ്രോസസ്സുകളെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കോപ്പറേറ്റീവ് പ്രോസസ്സുകൾ യൂസ് ചെയ്യുന്ന ഷെയർഡ് വാരിയബിൾസ് അല്ലെങ്കിൽ കോമൺ റിസോഴ്സിനെയൊക്കെ ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്ന ഒരു കോഡ് സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. എ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് എ കോഡ് സെഗ്മെൻറ്റ് വേർ എ ഷെയർഡ് വാരിയബിൾസ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ദി വാരിയസ് പ്രോസസ്സസ്. ഇപ്പോൾ പ്രോസസ്സുകളെല്ലാം ഷെയർഡ് വാരിയബിൾസിനെ ആക്സസ് ചെയ്യുന്നത് ഈ ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്നാണ്. ക്രിട്ടിക്കൽ സെക്ഷനിലായിരിക്കും ഷെയർഡ് വാരിയബിൾസിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ഇറ്റ് ഈസ് ഓൾസോ എ പ്ലേസ് വേർ ഷെയർഡ് വാരിയബിൾസ് ഓർ റിസോഴ്സസ് ആർ പ്ലേസ്ഡ്. ഓക്കെ, ഇനി ഇതാണ് ഒരു പ്രോസസ്സിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ്റെ സ്ട്രക്ചർ. ഒരു പ്രോസസ്സിൻ്റെ ലൈഫ് ടൈമിൽ അതിനൊരു ക്രിട്ടിക്കൽ സെക്ഷനും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു നോൺ ക്രിട്ടിക്കൽ സെക്ഷനും ഉണ്ടായിരിക്കും. ഇനി നമുക്കിവിടെ കാണാം ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇവിടെ കാണുന്ന ഈ ക്രിട്ടിക്കൽ സെക്ഷനിലാണ് ഷെയർഡ് വാരിയബിൾസിൻ്റെയൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമുക്കിവിടെ എൻട്രി സെക്ഷനും കാണാം, എക്സിറ്റ് സെക്ഷനും കാണാം. എൻട്രി സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർമിഷൻ കൊടുക്കണം. പെർമിഷൻ കൊടുത്താൽ മാത്രമാണ് ആ പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ പെർമിഷൻ കൊടുക്കാനുള്ള കോഡൊക്കെ എൻട്രി സെക്ഷനിലായിരിക്കും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് എക്സിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോഡൊക്കെ എക്സിറ്റ് സെക്ഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിനോടൊപ്പം തന്നെ മറ്റുള്ള പ്രോസസ്സുകളൊക്കെ ഇൻഫോം ചെയ്യും ക്രിട്ടിക്കൽ സെക്ഷൻ ഫ്രീ ആണെന്നും പറഞ്ഞിട്ട്. അതിനുള്ള കോഡുകളൊക്കെ നമ്മൾ എക്സിറ്റ് സെക്ഷനിലാണ് ഉണ്ടായിരിക്കുക. ഇതാണ് ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് എ ടൈം ഒരു പ്രോസസ്സിനെ മാത്രമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ P1 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ P2 എന്ന് പറഞ്ഞ പ്രോസസ്സ് വരികയാണെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ ആക്സസ് ചെയ്യാൻ P2ന് പറ്റില്ല. എപ്പോഴാണോ P1 ഇവിടെ നിന്ന് റിലീസ് ആവുന്നത് അപ്പോൾ മാത്രമാണ് P2ന് ക്രിട്ടിക്കൽ സെക്ഷനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സിനെ മാത്രമാണ് ക്രിട്ടിക്കൽ സെക്ഷനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ P1 P2 എന്ന് പറഞ്ഞ രണ്ട് കോപ്പറേറ്റീവ് പ്രോസസ്സുകളാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് നോക്കിയാൽ കാണാം കൗണ്ട് എന്ന് പറഞ്ഞുള്ള ഷെയർഡ് വാരിയബിൾസിനെ P1 P2 യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ കൗണ്ട് ഇൻക്രിമെൻ്റ് ആണ്. P1 കൗണ്ടിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ P2 എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? കൗണ്ടിൻ്റെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഒരു വാരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോഴും ഡിക്രിമെൻ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ റിസൾട്ട് ഫോൾസ് ആയിരിക്കില്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം രണ്ട് പ്രോസസ്സുകൾ ഒരു കോമൺ വാരിയബിളിൻ്റെ ഒരു ഷെയർഡ് വാരിയബിളിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ പ്രോബ്ലംസ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും P1 P2 എന്ന് പറയുന്നത് സിങ്ക്രണൈസ്ഡ് അല്ല. പ്രോസസ്സുകൾ സിങ്ക്രണൈസ്ഡ് ആണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരില്ല. അപ്പോൾ ഒരു പ്രോസസ്സ് ഇപ്പോൾ രണ്ട് കോപ്പറേറ്റീവ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതിൻ്റെ സിങ്ക്രണൈസേഷൻ ഉറപ്പുവരുത്തണം. അതിനുള്ള 3 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കണ്ടീഷനാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈമിൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒരു പ്രോസസ്സിനെ മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ വേറെ മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അറ്റ് എ ടൈം ഒരു പ്രോസസ്സിനെ മാത്രമാണ് ക്രിട്ടിക്കൽ സെക്ഷനിൽ അലൗഡ് ഉള്ളൂ. ഇവിടെ നമുക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ കാണാം ക്രിട്ടിക്കൽ സെക്ഷനിൽ 3 പ്രോസസ്സാണ്. ഇത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ വയലേറ്റഡ് ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഇനി നെക്സ്റ്റ് ആണ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ക്രിട്ടിക്കൽ സെക്ഷൻ എംപ്റ്റി ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. P1 P2 എന്ന് പറഞ്ഞ രണ്ട് പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ P1ന് ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ P2 P1നെ ബ്ലോക്ക് ചെയ്യാണ്. ക്രിട്ടിക്കൽ സെക്ഷൻ ആക്സസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ പ്രോഗ്രസ് ഉണ്ടാവില്ല. അപ്പോൾ അറ്റ് എനി ടൈം ഏത് പ്രോസസ്സിനെ വേണമെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനെ ആക്സസ് ചെയ്യാൻ പറ്റണം. മറ്റുള്ള പ്രോസസ്സ് ആ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഇതാണ് പ്രോഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയാണ് നെക്സ്റ്റ് ആണ് ബൗണ്ടഡ് വെയിറ്റിംഗ്. ബൗണ്ടഡ് വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു പ്രോസസ്സ് ഒരു ഇൻഫൈനൈറ്റ് ടൈം വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു ലിമിറ്റഡ് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് പറയുകയാണെങ്കിൽ ഇവിടെ P1 P2 എന്ന് പറഞ്ഞ രണ്ട് പ്രോസസ്സ് P1 ഫസ്റ്റ് ടൈം ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്തു, P2 ക്രിട്ടിക്കൽ സെക്ഷൻ ആക്സസ് ചെയ്തിട്ടില്ല. സെക്കൻഡ് ടൈം P1 തന്നെയാണ്
ആക്സസ് ചെയ്തത്. അപ്പോൾ P2 എൻ്റർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് P1 വീണ്ടും ക്രിട്ടിക്കൽ സെക്ഷൻ ആക്സസ് ചെയ്തു. അപ്പോഴും P2 0 ആയിരുന്നു, വാല്യൂ ക്രിട്ടിക്കൽ സെക്ഷൻ എൻ്റർ ചെയ്തിട്ടില്ല. തേർഡ് ടൈമും P1 ആക്സസ് ചെയ്യാണ്. P2 എൻ്റർ ചെയ്യുന്നേക്കാൾ P2 ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷേ P2 എൻ്റർ ചെയ്യുന്നേക്കാളും മുമ്പ് P1 എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് ടൈം വരെ P2 ഇങ്ങനെ കണ്ടിന്യൂസ്ലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഫൈനൈറ്റ് ടൈം P1 ക്രിട്ടിക്കൽ സെക്ഷൻ എൻ്റർ ചെയ്തു. അപ്പോൾ P2 എന്ന് പറയുന്നത് 1 ടൈം മാത്രമാണ് ക്രിട്ടിക്കൽ സെക്ഷൻ ആക്സസ് ചെയ്തത്. ഈ കണ്ടീഷൻ ഇൻവാലിഡ് ആണ്. അതായത് ഒരു ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം ഒരിക്കലും ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് പാടില്ല. ഈ 3 കണ്ടീഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സുകളുടെ സിങ്ക്രണൈസേഷൻ പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും.